നമസ്കാരം. ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ജീവിത മാറ്റം, അതുപോലെ തന്നെ ജീവിത പരിവർത്തനം. ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഒരേപോലെ ഒരേ അർത്ഥത്തിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിന് കാതലായ വ്യത്യാസമുണ്ട്. ലൈഫ് ചേഞ്ച്, ലൈഫ് ട്രാൻസിഷൻ, ജീവിത മാറ്റം, ജീവിത പരിവർത്തനം. ഈ രണ്ട് വാക്കുകളും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്, അതിനുള്ള വഴി തെളിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ജീവിത പരിവർത്തനം അഥവാ ലൈഫ് ട്രാൻസിഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണമായിട്ട് എനിക്ക് ബേക്കിംഗ് പഠിക്കാനായിട്ട് താല്പര്യമുണ്ട്. എനിക്ക് ഒത്തിരി ബേക്ക് ചെയ്യണം താല്പര്യമുണ്ട്. കാരണം എനിക്ക് കേക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബേക്ക്ഡ് ഫുഡ് എനിക്കിഷ്ടമാണ്. പക്ഷേ അത് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ ആദ്യമേ ഞാൻ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ബേക്ക് ചെയ്തിട്ടായിരിക്കും ആരംഭിക്കുക. ആദ്യമേ തന്നെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫുഡ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശ്രമം പരാജയപ്പെടുകയും അതെനിക്ക് ഒത്തിരിയേറെ മാനസികമായ സമ്മർദ്ദമുണ്ടാക്കുകയും അതെൻ്റെ പഠിക്കാനുള്ള താല്പര്യത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്രകാരം ഈ ബേക്കിംഗ് പഠിക്കാനായിട്ട് ഞാൻ നടത്തുന്ന ശ്രമങ്ങൾ അതൊരു ട്രാൻസിഷൻ്റെ ഭാഗമാണ്, അത് ജീവിത പരിവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പരിവർത്തനം വരുത്തുന്നത് ഞാൻ ഈ നടത്തുന്ന പ്രോസസ്സ്, ഈ പഠിക്കാനായിട്ട് ഞാൻ നടത്തുന്ന ഈ പ്രക്രിയയാണ് ഈ പരിവർത്തനം വരുത്തുക. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം. റോഡ് ട്രിപ്പ് പോകാനായിട്ട് താല്പര്യമുള്ള ഒരാൾ ആദ്യമേ തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഡ്രൈവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആദ്യമേ ചെറിയ ചെറിയ ദൂരങ്ങൾ താണ്ടി അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഒരു ലോങ് ട്രിപ്പിലേക്ക് പോകാനായിട്ടുള്ള ഒരു ധൈര്യവും ഒരു താല്പര്യവും ആവേശവും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ദൂരങ്ങൾ ആദ്യമേ പോയി പഠിച്ചിട്ടാണ് നമ്മൾ വലിയ ദൂരങ്ങളിലേക്ക് പോവുക. അതല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഞാനൊരു തീരുമാനമെടുത്തു. ആ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നാളെ ജിമ്മിൽ പോയി ഒരു 10 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിൻ്റെ ബലത്തെ സ്വാധീനിക്കുകയും എൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഓരോ കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോഴും ഞാൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് ജീവിത പരിവർത്തനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ലൈഫ് ട്രാൻസിഷൻസ് എന്നാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനവും ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള പ്രോസസ്സിനെയുമാണ് ലൈഫ് ട്രാൻസിഷൻസ് എന്ന് വിളിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ജോലി, ഒരാൾ പുതിയൊരു ജോലിക്കായിട്ട് ശ്രമിക്കുമ്പോൾ ആ ജോലിയുടെ കണ്ടെത്താനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും നമ്മൾ വിളിക്കുന്നത് ലൈഫ് ട്രാൻസിഷൻസ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഒരു ഡിവോഴ്സായ ഒരു വ്യക്തി അതിൽ നിന്നും കരകയറി പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പ്രോസസ്സുകളെയും നമ്മൾ വിളിക്കുന്നത് ലൈഫ് ട്രാൻസിഷൻസ് എന്നാണ് വിളിക്കുക. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, മാതാപിതാക്കളാകാൻ ശ്രമിക്കുന്നവർ, റിട്ടയർമെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നവർ, ഇവരെല്ലാം ഒരു ലൈഫ് ട്രാൻസിഷൻ, ഒരു ചേഞ്ചിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലൈഫ് ട്രാൻസിഷൻസ് എന്ന് വിളിക്കുക. ലൈഫ് ചേഞ്ച്, ജീവിത മാറ്റം എന്ന് പറയുന്നത്, ഞാൻ പെട്ടെന്ന് വിവാഹം കഴിച്ചാൽ അതൊരു ജീവിത മാറ്റമാണ്. അതുപോലെ ഞാൻ അപ്പനും അമ്മയും ആയി തീരുന്ന സമയം എന്ന് പറയുന്നത് ഒരു ജീവിത മാറ്റമാണ്. ഐ എം എ പാരൻറ്റ് എന്ന് പറയുന്നത് ഒരു ജീവിത മാറ്റമാണ്. ഐ ആം റിട്ടയേർഡ് എന്ന് പറയുന്നത് ഒരു ജീവിത മാറ്റമാണ്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഹെൽത്തിൽ വരുന്ന മാറ്റങ്ങൾ. അപ്രതീക്ഷിതമായി ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് വരുന്നത്, ഒരു ലൈഫ് ചേഞ്ചാണ് വരുന്നത്. ഇനി അതിൽ നിന്നും കരകയറാനായിട്ട് നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളെ ലൈഫ് ട്രാൻസിഷൻസ് എന്നാണ് വിളിക്കുക. ലൈഫ് ട്രാൻസിഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കാം. ഒരു വിവാഹം കഴിക്കുന്നതോ അല്ലെങ്കിൽ അപ്പനാവുന്നതോ അല്ലെങ്കിൽ ജോലി നേടുന്നതോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കാം. എന്നാൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളും ലൈഫ് ട്രാൻസിഷനിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ജോലി പോകുന്നത്, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽപ്പെടുന്നത്, അതുപോലെ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗം ഐഡൻറ്റിഫൈ ചെയ്യുന്നതോ ഒക്കെ അത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനും ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കും എന്നുള്ളത് വാസ്തവമാണ്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നതിനെ ഞാൻ ഉൾക്കൊണ്ടേ മതിയാവൂ. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ഉദാഹരണം, ഞാനൊരു വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിവാഹം കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ആരംഭിക്കേണ്ടത്
ആ ഒരു മൈൻഡ് സെറ്റ്, വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ഡേറ്റിങ്ങിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ഈ ഡേറ്റിംഗ് പ്രോസസ്സിൽ നന്നായിട്ട് ഇൻവോൾവ് ആകുക. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പാർട്ട്ണറുമായിട്ട് കൂടുതലായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക. ഒഫീഷ്യലായിട്ടുള്ള ബന്ധത്തിലേക്ക് ഏർപ്പെടുക. അതിനുശേഷം ഈ പറയുന്ന വിവാഹത്തിലേക്ക് നീങ്ങുക. ഇതൊരു ടൈം പീരീഡ് ഉണ്ട്, ഇതിനൊരു പ്രോസസ്സുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ സാധ്യമാവുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. പഴയ കാലത്ത് അത് സാധ്യമായിരുന്നു. ഇന്ന് അതെല്ലാം ഒരു സമയമെടുത്ത് ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളിന്ന് ജീവിക്കുക. ഇനി നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മൾ നടത്തുന്ന ജീവിത പരിവർത്തനങ്ങൾ അഥവാ ലൈഫ് ട്രാൻസിഷൻസ്, അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ചേഞ്ചാണ്. ഉദാഹരണം, ഒരു ഡിവോഴ്സിലേക്ക് പോകുന്ന ഒരു കുടുംബത്തെ നമ്മൾക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. വളരെ പെയിൻഫുള്ളായ ഒരു യാത്രയാണ് അവർ നടത്താനായിട്ട് ആരംഭിക്കുക. ആ ഡിവോഴ്സ് അവസാന സ്റ്റേജ് എത്തുന്നത് വരുന്ന കാലഘട്ടം വരെ അതൊരു നീണ്ട കാലഘട്ടമാണ്. ആ കാലഘട്ടം മുഴുവൻ ഒത്തിരിയേറെ ടെർബുലൻസസ്, അവരുടെ ജീവിതത്തിൽ വേദനയുണ്ടാകുന്ന അനുഭവങ്ങൾ, സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം അവർ കടന്നുപോയേ മതിയാവൂ. പല പുതിയ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ ആ പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്ന മാറ്റമാണ് വിവാഹമോചനം എന്ന് പറയുക. അതുപോലെ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം. ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവരിക, എന്നിട്ട് മാർക്കറ്റിൽ ആ ഐഡിയയെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യുക, അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അതിനുശേഷം ആദ്യമായിട്ട് അതിൻ്റെ ഒരു MVP, ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ഒന്ന് വിൽക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. അതിനുശേഷം മാർക്കറ്റിലേക്ക് ഇറങ്ങി ആ ബിസിനസ്സിനെ വളർത്തിയെടുക്കുക. അതിനുശേഷം എസ്റ്റാബ്ലിഷ് ആകുക. ഇങ്ങനെ ഒരു നീണ്ട പ്രോസസ്സിലൂടെയാണ് ഒടുവിൽ ഞാനൊരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ പ്രോസസ്സൊക്കെ നടന്നു പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ട്രാൻസിഷനാണ്. അതിൻ്റെ അവസാനം സംഭവിക്കുന്നത് ഈ ചേഞ്ചാണ്. ഐ ആം എ ബിസിനസ് ഓണർ എന്ന് പറയുമ്പോൾ ആ മാറ്റം ആ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലൈഫ് ട്രാൻസിഷൻസ് എന്ന് പറയുന്നതും ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നതും ഒരു സ്ട്രെസ്ഫുള്ളായ ഒരു യാത്രയാണ്. ആ ഒരു ശ്രമത്തിനിടയിൽ നമ്മൾക്കുണ്ടാകാവുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളെ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ നേരിടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരുങ്ങുകയും അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയും ചെയ്തെങ്കിൽ നമുക്ക് അത് വളരെ എളുപ്പമായിട്ട് മാറും. അവിടെയാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് മാറുക. പലപ്പോഴും ആളുകൾക്ക് ഈ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയമുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സ്വാഭാവികമാണത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നും നമ്മളായിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്നും പുതിയൊരു തലത്തിലേക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു യാത്ര നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അത് പലപ്പോഴും ഒത്തിരി വേദന നിറഞ്ഞത് ആണ് എന്നതും സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ യാത്ര ആരംഭിക്കാനായിട്ട് മടിക്കുന്നതും. ഞാൻ പെട്ടുപോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല, ഞാനിങ്ങനെ നരകിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്ത് സ്വയം പഴിച്ച് ജീവിതം കഴിച്ചു തീർക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടത് ഈ പ്രോസസ്സിനെ നമ്മൾ അംഗീകരിക്കുക. ഇത് വേദന നിറഞ്ഞതാണ്, ഇത് കടന്നു പോയേ മതിയാവൂ, ഇതിൻ്റെ ഒടുവിൽ ഒരു ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ആ ചേഞ്ച് എനിക്കൊരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ യാത്രയാണ്. പലപ്പോഴും ഇതിനൊരു കാലഘട്ടമുണ്ട്. എപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല ഈ ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരു ലൈഫ് ചേഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ലൈഫ് ട്രാൻസിഷൻ്റെയോ ഭാഗമായിട്ട് നമുക്ക് കരുതാനാവില്ലല്ലോ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാധാരണ സംഭവങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനൊരു കാതലായ വ്യത്യാസം നടത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ടൊരു ആത്മശോധന നടത്തുക. ഞാൻ ഇപ്പോൾ എവിടെയാണ്? എൻ്റെ ജീവിതം സന്തോഷത്തിലാണോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനൊരു അർത്ഥം ഞാൻ കണ്ടെത്താനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? അതല്ല എങ്കിൽ ഞാനൊരു വളരെ പ്രത്യേകമായിട്ടുള്ള സങ്കടകരമായ അവസ്ഥയിലാണ്. ജീവിതത്തിൻ്റെ ആവേശമെല്ലാം നഷ്ടപ്പെട്ടു പോയി, ജീവിതത്തിനൊരർത്ഥവുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് എങ്കിൽ ഒരു ട്രാൻസിഷൻ തയ്യാറെടുക്കുക. ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ മാറ്റത്തിലേക്കുള്ള വഴികൾ ചിന്തിക്കുക. ആ വഴികളാണ് നമ്മുടെ ട്രാൻസിഷൻ എന്ന് മനസ്സിലാക്കുക. ആ വഴി നടന്നു നീങ്ങാനായിട്ടുള്ള ധൈര്യവും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക. വിജയം തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈഫ് ട്രാൻസിഷനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അത് നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്